വചനയാത്രക്കാരെ ആണ്ടുവട്ടത്തിലെ 13-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ചാണ്. 10 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. 1. ശിഷ്യത്വത്തിന് വില കൊടുക്കണമെന്നതാണ് പറയുന്നത്. അതിന് 4 കാര്യങ്ങളാണ് യേശു പറഞ്ഞു വയ്ക്കുക. 1. രക്തബന്ധങ്ങളിലെ സ്നേഹത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തിന് മുൻഗണന നൽകണം. ആദ്യം ദൈവരാജ്യം, പിന്നീട് ബാക്കിയുള്ളത്. 2. സ്വന്തം ജീവനെയും ജീവിതത്തെയും യേശുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വിറക്കണം. 3. ദൈവരാജ്യത്തിന് വേണ്ടി അനുദിനം കുരിശു വഹിക്കണം. 4. ഉള്ളതും ദൈവരാജ്യത്തിന് വേണ്ടി ഉപേക്ഷിക്കണം. 2ാമത്തെ പോയിന്റ്, എന്താണ് ശിഷ്യത്വം? ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുക, അനുസരിക്കുക എന്നാണ്. യേശുവിൻ്റെ പിന്നാലെ പോവുക. യേശുവിൻ്റെ മുമ്പേ പോയാൽ യേശു പറയും, സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാണ്, എൻ്റെ പിന്നാലെ വരിക. യേശുവിൻ്റെ ശിഷ്യത്വം എന്നത് അപ്പസ്തോലൻ തോമസ് പറയുന്നത് പോലെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാനുള്ള വിളിയാണ്. ഡീട്രിച്ച് ബോണോഫർ പറയുന്നത്, ശിഷ്യത്വം എന്ന് പറയുന്നത് വരിക, ക്രൂശിക്കപ്പെടുക എന്നതാണ്. ശിഷ്യത്വം മരണത്തിൻ്റെ മുഖത്തേക്ക് അപകടങ്ങളിലൂടെയുള്ള സാഹസിക യാത്രയാണ്. അനുദിന ജീവിതത്തിലെ കുരിശുകളുമെടുത്ത് യാത്രയാകുമ്പോൾ കുരിശിലേക്കും കുരിശിലൂടെയും നമ്മൾ യാത്ര ചെയ്യണം. 3. പശ്ചാത്തലം. അടിമകളും വിപ്ലവകാരികളും അനുഭവിച്ചിരുന്ന നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ കുരിശുമരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശിഷ്യൻ്റെ സഹനത്തിൻ്റെ ഉഗ്ര അവസ്ഥയാണ് കുരിശെന്ന് യേശു സൂചിപ്പിക്കുന്നു. 4. കുരിശെടുക്കാൻ സ്വയം പരിത്യജിക്കണം. കുരിശിലേക്ക് വളരണം, ദൈവരാജ്യത്തിലേക്ക് വളരണം. അതിലേക്ക് അപമാനവും അവഹേളനവും തിരസ്കരണവും തല്ലും തുപ്പലും ഏൽക്കണം. ശിഷ്യൻ ദൈവരാജ്യത്തിനു വേണ്ടി അതെല്ലാം ഏറ്റെടുക്കണം. നടപടി 5:20, ഗലാത്യർ 3:13, ലൂക്ക 9:19. വിളിക്കപ്പെട്ടവൻ ദൈവരാജ്യത്തിനു വേണ്ടി അനുദിനം കുരിശെടുക്കുമ്പോൾ അവൻ സ്വയം പരിത്യജിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനായി അവൻ അഹം മറക്കണം, യേശുവിന് വേണ്ടി ശൂന്യവൽക്കരിക്കണം. ഫിലിപ്പിയർ 2:4-8 വരെ. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിനു വേണ്ടി കുരിശെടുക്കാൻ കഴിയൂ. 5. സ്നേഹവും സഹനവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. സഹനം കൂടാതെ സ്നേഹം തെളിയിക്കപ്പെടില്ല. സഹനത്തിൻ്റെ ചോര കൊണ്ട് ഒപ്പിടേണ്ടതാണ് സ്നേഹം. സ്നേഹമുണ്ടെങ്കിൽ സഹനത്തിൻ്റെ കുരിശു മാധുര്യമുള്ളതായിത്തീരും. ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി സ്നേഹത്തിൻ്റെ കുരിശു വഹിക്കണം. 6. കുരിശു വഹിക്കുക എന്നതൊരു ദുരന്തമല്ല. യേശുക്രിസ്തുവുമായി മാത്രമുള്ള ബന്ധത്തിൻ്റെ ഫലമായുണ്ടാകുന്ന സഹനമാണിത്. കുരിശെന്നാൽ അന്ത്യം വരെയും ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുള്ളവരാകുക എന്നാണ് അർത്ഥം. ക്രിസ്തു ശിഷ്യർ സുവിശേഷത്തിനു വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവരുടെയും രക്തസാക്ഷികളുടെയും സമൂഹമാണ്. ക്രൂശ് വഹിക്കുകയും കഷ്ടത സഹിക്കുകയും തള്ളപ്പെടുകയും ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ ഇല്ലാത്തവരും ക്രിസ്തുവിനെ അനുഗമിക്കാത്തവരുമായി തീരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിനെയും അത് നൽകുന്ന എല്ലാ അപമാനങ്ങളെയും കുറിച്ച് ലജ്ജിക്കുന്നത് ശിഷ്യത്വത്തിന് വിപരീതമായ മനോഭാവമാണ്. 7. പിതാവായ ദൈവം കഷ്ടതയുടെ പാനപാത്രം യേശുവിന് മാറ്റിക്കൊടുത്തത് യേശു അത് കുടിക്കുന്നതിലൂടെയാണ്. കഷ്ടതയെ സ്വീകരിക്കുമ്പോൾ കുരിശാണ് കഷ്ടതയുടെ മേലുള്ള യേശുവിൻ്റെ വിജയം.
കഷ്ടത സഹിക്കുന്നത് ദൈവവുമായുള്ള സംസർഗത്തിനുള്ള ഉപാധിയായിത്തീരുന്നു. 8. ശിഷ്യൻ കുരിശിലേക്ക് നടന്നെടുക്കുന്നവനുമായി ചേർന്ന് യാത്ര തുടരണം. ഇത് യേശുവിനോട് ചേർന്നുള്ള തുടർ യാത്രയാണെന്ന് ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. 9. ശിഷ്യത്വം ആവശ്യപ്പെടുന്നത് യേശുവുമായി കൂടുതൽ ആഴവും പ്രതിബദ്ധതയുമാണ്. ശിഷ്യൻ യേശുവിന് സ്വയം സമർപ്പിതനാകണമെന്നും ഇതിനർത്ഥമുണ്ട്. ശിഷ്യൻ യേശുവിൻ്റെ സന്ദേശങ്ങളുടെ അന്തസ്സത്തയ്ക്ക് പ്രാധാന്യം നൽകണം. ഇതാണ് കുരിശിൻ്റെ വഴി, കുരിശിലേക്കുള്ള വഴി. ഈ വഴിയിൽ നിന്ന് വ്യതിചലനം ശിഷ്യനുണ്ടാകാൻ പാടില്ല. കാരണത്താൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്തായ കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെടുന്നു. യേശു ദൈവമായിരുന്നുവെങ്കിലും ദാസന്റെ രൂപത്തിൽ സ്വയം വിനീതനാക്കി. ഇതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. 10. ശിഷ്യത്വമില്ലാത്തതും ക്രൂശില്ലാത്തതും ജഡാവതാരം ചെയ്ത് ജീവിച്ച ക്രിസ്തുവില്ലാത്തതുമാണ് വില കുറഞ്ഞ കൃപ. വിലയേറിയ കൃപയാകട്ടെ വീണ്ടും വീണ്ടും അന്വേഷിച്ച് ചെല്ലേണ്ടുന്ന സുവിശേഷമാണ്. യാചിച്ചു വാങ്ങേണ്ട സമ്മാനമാണത്. മനുഷ്യൻ മുട്ടേണ്ട വാതിലാണതെന്ന് ഡീട്രിച്ച് ബോണോഫർ പറഞ്ഞു വയ്ക്കുന്നു. ശിഷ്യത്വത്തിനായി യേശുവിനെ അനുഗമിക്കുന്നതിനായി നമ്മെ വിളിക്കുന്നത് കൊണ്ട് അത് വലിയൊരു കൃപയാണ്. അക്കാരണത്താലാണ് അത് വിലയേറിയതായിരിക്കുന്നത്. അവസാനമായി ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്? When we walk without the cross, when we build without the cross, and when we preach about Christ, walk without the cross, we are not disciples of the Lord's. We are worldly. We are bishops, priests, cardinals, popes, but we are not disciples of the Lord. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരം ചുരുക്കാം: ക്രിസ്തുവിൻ്റെ കുരിശില്ലാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നാം ലൗകികരായി മാറും. നമുക്ക് സഭയിൽ എന്ത് സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ക്രിസ്തു ശിഷ്യരല്ലാതായി മാറും. അക്കാരണത്താൽ യേശുവിൻ്റെ ശിഷ്യരാകുവാൻ ദൈവരാജ്യത്തിനു വേണ്ടി ഉള്ളതും ഉടലും കൊടുത്ത് ജീവനും കൊടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ നമ്മെ വിളിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.